മിശിഹായിൽ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, പ്രിയ മക്കളെ, ഇന്നേ ദിവസം ശ്രീ യോഹന്നാൻ അറിയിച്ചുള്ള കർത്താവ് മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം 12-ാം അധ്യായം 3-ാമത്തെ വാക്യം, സെന്റ് ജോൺസ് ഗോസ്പൽ ചാപ്റ്റർ 12 വേഴ്സ് 3. മറിയം വിലയേറിയതും ശുദ്ധവുമായ ഒരു കുപ്പി നാർദീൻ സുഗന്ധ തൈലം എടുത്ത് ഈശോയുടെ പാദങ്ങൾ പൂശുകയും തന്റെ തലമുടി കൊണ്ട് അവന്റെ പാദങ്ങൾ തുടയ്ക്കുകയും ചെയ്തു. തൈലത്തിന്റെ പരിമളം കൊണ്ട് വീട് നിറഞ്ഞു. പ്രിയമുള്ള സഹോദരങ്ങളെ, നമുക്കറിയാവുന്നതുപോലെ ലാസറിന്റെ വീട്ടിലെ ഭക്ഷണത്തിരുന്ന് ഈശോയുടെ പാദങ്ങൾ പൂശിയ ചരിത്രമാണല്ലോ നമ്മൾ കേട്ടത്. ഇതുപോലെ നമുക്ക് സുഗന്ധ പരത്തുന്ന വ്യക്തികളായിട്ട് മാറാം. വേസ്റ്റ് ബോക്സിൽ വേസ്റ്റ് നിറഞ്ഞപ്പോൾ ഈ വേസ്റ്റ് എടുത്തുനിന്ന് കളഞ്ഞുകൂടെ, ദുർഗന്ധമാണല്ലോ എന്ന് പറച്ചില് കേട്ട് അതെടുത്ത് ദൂരെ കളഞ്ഞ് തിരിച്ചു വന്നപ്പോൾ ആ വീട്ടില് ദുർഗന്ധം മാറുവാൻ വേണ്ടി ഒരു സാമ്പ്രാണിത്തിരി കത്തിച്ചു വയ്ക്കുകയാണ്. നിമിഷനേരം കൊണ്ട് വളരെ ചെറുതാണെങ്കിലും ആ വീട് മുഴുവനും സുഗന്ധ കൊണ്ട് നിറയുകയാണ്. ഈ ഒരു ചെറിയ തിരിക്ക് ഇത്രയേറെ സുഗന്ധം തിരിയിക്കാൻ സാധിക്കുമോ എന്ന അത്ഭുതത്തോടെ ഞാൻ നോക്കി നിന്നപ്പോൾ അതാ അപ്പന്റെ പങ്കുവയ്ക്കൽ കടന്നു വരികയാണ്. അപ്പൻ പറയുകയാണ്, നമുക്ക് നമ്മളുടെ ഇടപെടൽ കൊണ്ട് മറ്റുള്ളവർക്ക് സന്തോഷം ജനിപ്പിക്കുവാൻ സാധിക്കും. അതേസമയം നമ്മൾ എല്ലാത്തിന്റെയും തിന്മകൾ കണ്ട് ആ തിന്മയെക്കെതിരെ വിരൽ ചൂണ്ടി ജീവിക്കുമ്പോൾ ദുർഗന്ധം ഭവിക്കുകയാണ് ചെയ്യുന്നത്. മറ്റുള്ളവരുടെ നന്മ കാണാനും അവരെ അപ്രീഷിയേറ്റ് ചെയ്യാനും ആ സന്തോഷത്തിൽ പങ്കുവറ്റാനും കഴിയുമ്പോൾ അത് കുടുംബമായാലും ഇടവകയായാലും സമൂഹമായാലും അത് സന്തോഷഭരിതമാണ്. ഇങ്ങനെ മറ്റുള്ളവരുടെ നന്മ കാണുന്ന വ്യക്തികളായി മാറുവാൻ നമുക്കേവർക്കും കഴിയട്ടെ. അങ്ങനെ മറ്റുള്ളവരുടെ ജീവിതത്തിൽ സുഗന്ധം വിരിയിക്കുന്നവരായി മാറുവാൻ നമുക്കേവർക്കും സാധിക്കട്ടെ. നമ്മുടെ കർത്താവ് മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസം നിങ്ങളെല്ലാവരും കൂടെ ഉണ്ടായിരിക്കും, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.